എങ്ങോട്ട്? സ്വിറ്റ്സർലാൻഡിലേക്കോ? സിറ്റിയിലുള്ള കണ്ണും കണ്ണും പരിശുദ്ധനായ പിതാവേ, എനിക്ക് നേരെ യാഗതനായി കൊണ്ടിരിക്കുന്ന പാപികളിൽ നിന്നും ദുഷ്ടന്മാരിൽ നിന്നും നീ എന്നെ കാത്തുരക്ഷിക്കണമേ. ആമേൻ. എന്റെ കർത്താവേ, 200 രൂപ കൊടുക്കേണ്ടി വന്നു കരോളൊന്ന് ഒഴിവാക്കി വിടാൻ. അയ്യോ, നീ എന്നതാടാ പറഞ്ഞേ? കരോളിന് ഞാൻ നിനക്ക് 500 രൂപയല്ലേ തന്നത്, ബാക്കി 300? അതെന്റെ GST ഗ്ലാസ് സോഡ ടച്ചിങ്. എന്റെ കർത്താവേ, അപ്പൊ ബാക്കി 300 അവൻ വിഴുങ്ങി. അച്ചായ, ഈ 2 വിരലിൽ ഏതെങ്കിലും ഒന്ന് തൊട്ടെ. ഇത് തൊടണോ അതോ ഇത് തൊടണോ? ഒന്ന് തൊട്. ആ, ഏതെങ്കിലും ഒന്ന് തൊടണോ? തൊട്ടു. അമ്പട ഭാഗ്യവാനെ, ഒറ്റ അടിക്കല്ലേ 10,000 രൂപ ലാഭിച്ചത്. 10,000 രൂപ ലാഭിച്ചെന്നോ? അതെങ്ങനെ? ഈ വിരലിലാണ് തൊട്ടിരുന്നെങ്കിൽ 20,000 രൂപയുടെ സാരി വാങ്ങി തരണമായിരുന്നു. പക്ഷെ ഈ വിരലിൽ തൊട്ടതുകൊണ്ട് 10,000 രൂപയുടെ സാരി മതി. അമ്പട ഭാഗ്യവാനെ, കൊച്ചു കള്ളൻ. ഉഴിനകം കുത്തിപ്പഴുത്ത വിരലായിരുന്നത് കൊണ്ടാടി അതീ പിടിക്കാതിരുന്നത്. ഭാഗ്യം. എന്നാ പറഞ്ഞേ? അല്ല, മറ്റേ വിരലിൽ പിടിക്കാതിരുന്നത് ഭാഗ്യം എന്ന് പറഞ്ഞതാ. അല്ല, അവര് വിളിച്ചായിരുന്നോ? ആരാ? മക്കള് ഇന്നെന്തായാലും എത്തുന്നല്ലയോ അവർ പറഞ്ഞേക്കുന്നത്. ഹലോ. മോനെ, നിങ്ങൾ എവിടെ എത്തി? നേരെ ഒത്തിരി ആയല്ലോ. ആണോ? സാരമില്ല, അവരിങ്ങി വന്നോളും. നിങ്ങൾ വേഗം വായോ. വിൽസന്റെ ഫ്ലൈറ്റ് ലേറ്റായത്. ജെയ്സൺ ഇന്ന് വരും. അപ്പോ ഡോളറും പൗണ്ടും ഒരുമിച്ച് വരുന്നില്ല? നിനക്കല്ലേലും എന്റെ പിള്ളേരെ കളിയാക്കൽ ഇത്തിരി കൂടുന്നുണ്ട്. എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. എന്റെ മകൻ അങ്ങ് ഫ്ലോറിഡയിലല്ലേ? ഫ്ലോറിഡയിലോ? ആന്ന്, ടൗണിൽ 2 ഫ്ലോറിന്റെ ഇടയിൽ ഫ്ലോറിഡ. അവിടെ ഫുട്പാത്ത് കച്ചവടം. ഓ, ആ ഫ്ലോറിഡ. എടാ, എന്റെ 2 മക്കൾ UK-യിൽ നിന്നും USA-യിൽ നിന്നും ഒരുമിച്ച് ഫാമിലിയായി ഇവിടേക്ക് വരുന്നത് എന്തിനാണെന്ന് നിനക്കറിയാമോ? ഇല്ല, എന്തിനാ? എനിക്ക് സർപ്രൈസ് തരാൻ. എന്റെ മക്കൾ സ്നേഹത്തോടെ എനിക്ക് സർപ്രൈസ് തരുമ്പോ തിരിച്ച് ഞാൻ അവർക്കും സർപ്രൈസ് കൊടുക്കണ്ടേ? കൊടുക്കണോ ഇച്ചായ? എടോ വർക്കി, ഞങ്ങളുടെ 2 മക്കളും ക്രിസ്മസ് കൂടെ മാത്രമല്ല, ഇച്ചായന്റെ 70ാം പിറന്നാൾ ആഘോഷിക്കാൻ കൂടിയാ വരുന്നത്. അത് നന്നായി. അങ്ങനെയെങ്കിലും തനിക്ക് പ്രായമായെന്ന് ഈ തന്തക്കളൊന്ന് മനസ്സിലാക്കട്ടെ. എന്നതാ? അല്ല, തന്തയ്ക്ക് പിറന്ന മക്കളല്ലേ, അത് മനസ്സിലാക്കി ചെയ്യൂന്ന്. എല്ലാം കർത്താവിന്റെ കൃപ. അതേടാ, ഞങ്ങളോട് എന്ത് സ്നേഹമാണെന്ന് അറിയോ അവർക്ക്. അങ്ങനെ ഞങ്ങൾ കഷ്ടപ്പെട്ട് അവരെ ഈ നിലയിലാക്കിയത്. ഇച്ചായന്റെ 70ാം പിറന്നാള് ക്രിസ്മസും ആഘോഷിച്ചിട്ട് അവര് തിരിച്ചു പോകുമെന്നാ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നീ കരുതും പോലെയൊന്നും അല്ല. ഇന്നലെ ജെയ്സൺ മോൻ വിളിച്ചപ്പോ ചോദിക്കുവാ, വർക്കിച്ചായോ, അപ്പച്ചന്റെ പേരിൽ എത്ര ഏക്കർ റബ്ബർ നിപ്പുണ്ട്, എത്ര തേക്ക് നിപ്പുണ്ട് എന്നൊക്കെ. ഈ കേക്ക് മുറിക്കാൻ തടിയുടെ കണക്ക് എന്തിനാണാവോ എന്തോ. ദേ വർക്കി, എന്റെ മക്കളുടെ സ്നേഹം കൊണ്ടായിരുന്നത്. അവരുടെ സ്നേഹം മാത്രം മതിയടാ ഞങ്ങൾക്ക്. നിന്റെ മക്കൾ നിന്നെ നോക്കുന്നുണ്ടോടാ? പിന്നെ നന്നായി നോക്കും. ചില നേരത്തെ അവന്റെ നോട്ടം കണ്ടാൽ ഞാൻ മൂത്ര വഴിച്ചു പോകും. അമ്മാതിരിയുള്ള നോട്ടമാ. അതല്ല, നിന്നെ അവൻ അന്വേഷിക്കാറുണ്ടോന്ന്. എന്നെ അന്വേഷിച്ചില്ലെങ്കിലും എന്റെ പെൻഷൻ കാശ് അന്വേഷിക്കാറുണ്ട്. എടീ, ഞാൻ ആലോചിക്കുന്നത് അതല്ല. എന്റെ മക്കൾ സ്നേഹത്തോടെ എനിക്ക് സർപ്രൈസ് തരുമ്പോ തിരിച്ച് ഞാൻ അവർക്കും സർപ്രൈസ് കൊടുക്കണ്ടേ? ഇത് കണ്ടോ, ഇതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന സർപ്രൈസ്. എന്നതാ ഇച്ചായ ഇത്? ഈ കവറിൽ എന്നതാ? ക്രിസ്മസ് അല്ലേ, നിങ്ങളുടെ മക്കൾ ആ കവറും പിടിച്ചൊരു പാട്ട് പാടും. അതായത് കവർ സാങ്. അതൊന്നുമല്ല, നമ്മുടെ എല്ലാ സ്വത്തുക്കളും അവർ 2 പേരുടെ പേരും എഴുതി വെച്ചിരിക്കുന്ന ആധാരം. അതാണ് ഞാൻ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സർപ്രൈസ്. ഇതവർക്ക് ഷോക്കിംഗ് സർപ്രൈസ് ആയിരിക്കും. അവന്മാര് തരുന്ന സർപ്രൈസിൽ ഇവര് 2 ഷോക്കടിച്ച് വീഴാതിരുന്നാ മതിയായിരുന്നു. എന്റെ കർത്താവേ. ഇനി പോത്തണ്ട, മാറ്റിക്കോ. ഞാൻ പ്രയടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഓക്കെയാണ് അല്ലേ? No! Still it's horrible smell. I can't tolerate. Oh my god. What is this smell? ഇതെന്താ ചാണകമാണോ? ഓക്കെ ഓക്കെ ഓക്കെ, കൂൾ ഹണി. ഇതാണ് ഓർഗാനിക് സ്മെൽ, വെരി എക്സ്പെൻസീവ്.
കാലിഫോർണിയയിൽ $50 ഒരു സ്നിഫിന്. ആ ഇപ്പൊ ഓക്കെ ബേബി, ലാവൻഡർ ഫോഗ് ആക്കി മാറ്റി. ആ ഓക്കെ. അവിടെ നമുക്ക് ഇഷ്ടമുള്ള സ്മെല്ലുണ്ടാക്കി തരുന്ന കമ്പനികളുണ്ട്. ആഹാ, അങ്ങനെയാണെങ്കിൽ എന്റെ സ്മെല്ലിൽ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കോ? അതിനെന്തിനാ? പട്ടാച്ചാരായ മണത്ത് നോക്കിയാ പോരെ? നിനക്ക് എപ്പോഴും ആ സ്മെല്ലാണല്ലോ. Oh my god, Jason. Look at this dirt. ഇവിടെ ഇപ്പോഴും ഈ ചാണകം ഉണക്കി വിൽക്കാറുണ്ടോ? വിൽക്കാൻ മാത്രമല്ല കൊച്ചമ്മേ, ചിലപ്പോൾ ഓൺലൈൻ ഡെലിവറിയും ഉണ്ട്. ഇത് റൂറൽ ഏരിയ ആണോ? പണ്ടായ ഏരിയ ആയിരുന്നു, ഇപ്പോ എല്ലായിടത്തും കക്കൂസൊക്കെ ആയില്ലേ കൊച്ചമ്മേ? മക്കളെ സംസാരിച്ച് നിൽക്കാതെ കേറി വാ. അയ്യോ മോളെ, മുടിയുടെ നീളമൊക്കെ കുറഞ്ഞു പോയല്ലോ. അതിനു പകരം നാക്കിന്റെ നീളം നന്നായി കൂടിയിട്ടുണ്ട് അമ്മച്ചി. What? My tank? What is wrong with my tank? Nothing honey. I said your taste is very good. Very long. അല്ല, very strong. Oh, I need to shower please. Oh, travel ചെയ്ത് വിയർത്തിരിക്കുക. ഇവിടെ ബോയിലർ ഉണ്ടോ? ഉണ്ടോന്നാ? ബ്രോയിലറുമുണ്ട്, നല്ല നാടനുമുണ്ട്. ഏതോ ബോയിലർ, ചൂടാക്കുന്ന സാധനം. അതല്ലേ കൊച്ചമ്മ എപ്പോഴും സാറിനെ ചൂടാക്കിക്കൊണ്ടിരിക്കുന്ന സാധനം? വെള്ളം ചൂടാക്കുന്ന സാധനമാ വർക്കിച്ച സൂസൻ ചോദിച്ചത്. ഓ ഹിറ്റ്ലർ. ആ ഹിറ്റ്ലറല്ല, ഹീറ്റർ. ഓ, ആ കുന്ത്രാണ്ടമല്ലേ ഇന്നാൾ ഇടിവെട്ടിപ്പോയത്. വേണമെങ്കിൽ ഞാൻ അടുപ്പിൽ വെള്ളം വെക്കാം. നല്ല ഒന്നാം തരം സ്മോക്ക്ഡ് വാട്ടർ കിട്ടും. What കൊച്ചമ്മ? What smoked water? See Mr. Bergichayan. പൊറുക്കി അച്ഛനല്ല കൊച്ചമ്മേ, വർക്ക് കിച്ചൻ. Mister, call me Susan or madam, okay? യെസ് യുവർ ഓണർ. Oh, it's horrible. No standard. ഐ ആം 4th സ്റ്റാൻഡേർഡ് പാസ് മാഡം. വർക്കി, മതി. അവരുടെ ബാഗ് എടുത്തോണ്ട് അകത്തോട്ട് പോ. അല്ലേ അപ്പച്ച സുഖമല്ലേ? വിദേശത്തുള്ള മക്കളെ നേരിട്ട് കാണുമ്പോ സുഖമല്ലാതെ. Don't touch. അത് careful. അതിൽ എന്റെ MacBook Pro ആണ്. ആ, അതിലാണ് അവൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ നോക്കുന്നത്. ഇതൊക്കെ എന്തൊക്കെ ബുക്കുകളാണെന്ന് കർത്താവിന് മാത്രം അറിയാം. ലോകത്ത് സസ്യബുക്ക്, മാംസബുക്ക്, മിശ്രബുക്ക് എന്നിങ്ങനെ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ മനുഷ്യർക്ക് ഇപ്പൊ ഒറ്റ ബുക്കേ ഉള്ളൂ, ഫേസ്ബുക്ക്. ഇവിടെയാകുമ്പോ എപ്പോഴും കറണ്ട് കാണില്ലല്ലോ, ചാർജ് ചെയ്യാൻ പറ്റുമോ ആവോ? ആ, കറണ്ട് ഉണ്ടാകും, പക്ഷേ അമേരിക്കയിലെ പോലെ 24 മണിക്കൂറും ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോ കറണ്ട് പോയാൽ എന്ത് ചെയ്യും? മെഴുകുതിരി കത്തിച്ചു വെച്ച് മാക്ബുക്ക് വായിക്കാലോ. ആ, ഇല്ലെങ്കിൽ എമർജൻസി ഉണ്ടല്ലോ. നിങ്ങൾ ആരാ ഇവിടുത്തെ സർവന്റ്? അതെ, സർവ എൻഡ് എല്ലാം അവസാനിപ്പിക്കുന്ന ആൾ. ദേ അവരും വന്നല്ലോ. ആഹാ, അമ്മച്ചി എന്റെ വിൽസൺ മോനെ, നീ ആകെ മെലിഞ്ഞു പോയല്ലോ. എനിക്ക് വിൻസെന്റ് മോനെ കണ്ടിട്ട് മനസ്സിലായതേ ഇല്ല. ഇവിടുന്ന് പോയതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ഇവിടെ മോനെ ഏലിയാമ്മ. അയ്യോ അമ്മച്ചി പതുക്കെ, അങ്ങനെ വിളിക്കുന്നത് അവൾക്ക് ഇഷ്ടമില്ല. ഏലിയാമ എന്നല്ലാതെ പിന്നെ എന്നാണ് വിളിക്കേണ്ടേ? അവള് പേര് മാറ്റി. പേര് മാറ്റിയെന്നോ? എന്തിന്? വല്ല പേരുദോഷം ഉണ്ടാക്കി കാണും. എന്താ? അല്ല, ആ പേരിന് ദോഷമുണ്ടല്ലോ. ഏലിയാമ്മ എന്ന് പറഞ്ഞാൽ എലിയുടെ അമ്മ, അതായത് പെരിച്ചാഴി അല്ലേ? അമ്മച്ചി അവളുടെ ഇപ്പോഴത്തെ പേര് ബിപാഷ. आज मैं सिखा दूं प्यार की भाषा. Dear, what a rustic welcome. If this is local, Shut up, Eliama. You are late. call me Bipasha. Eliama is too village. And of course we are late. ഞങ്ങൾ വന്ന ഫ്ലൈറ്റിൽ ഒരു റോയൽ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ബക്കിംഗ്ഹാം പാലസിലെ ഏതോ ഒരു ലോർഡ്. പുള്ളി എന്നെ നോക്കി ഒന്ന് നോട്ട് ചെയ്തു. കർത്താവേ, പുള്ളി നോട് ചെയ്തോ? നോടല്ല വർക്കിച്ച, നോട്. Oh, such an important moment. ലോർഡ് നോട്ട് ചെയ്തെന്നോ? കൊള്ളാം. ഞങ്ങൾ ഫസ്റ്റ് ക്ലാസ്സിലാ വന്നത്. 14 മണിക്കൂർ ഞാൻ വേറെ മനുഷ്യരവിടെ കണ്ടതേയില്ല. ഇറ്റ് വാസ് ബ്ലിസ്. ഓ, അതിനെ അമേരിക്കക്കാർ ഫസ്റ്റ് ക്ലാസ് എന്നാണ് പറയുന്നത്. ഞങ്ങൾ അതിനെ ആന്റി സോഷ്യൽ എന്നാ പറയുന്നത്. അതായത് സോഷ്യൽ ആയിട്ടുള്ള ആന്റിയാ. ഞങ്ങൾ ക്ലാസ് ഉള്ളവർ എപ്പോഴും മിങ്കിൾ ചെയ്യും. Hey you, gardener. എന്റെ ബാഗിങ് എടുത്തേ. ഗാർഡനറോ? ഞാൻ ഈ തറവാടിന്റെ CEO ആണ് കൊച്ചമ്മ, അതായത് ചീഫ് എവറിത്തിങ് ഓഫീസർ. അത് പോട്ടെ, ഈ കിറ്റ് എവിടെ വയ്ക്കണം? കിറ്റോ? How dare you? It's Prada.
$3,000. 1.5 ലക്ഷം രൂപ. ഇയാളുടെ 10 മാസത്തെ ശമ്പളം. 1.5 ലക്ഷം രൂപയോ ഈ സഞ്ചിക്കോ? അയ്യോ, ഇതിൽ 500-ന്റെ നോട്ട് വെച്ചാ പുറത്ത് കാണാമല്ലോ. ഇതിലും ഭേദം എന്റെ പഴയ ലുങ്കിയുടെ മടിക്കുത്തല്ലേ. സേഫ് ആണ്, സ്റ്റൈലും. Hi, Cynthia. I'm in India. Very rural, darling. I want to talk to you. I'll call later. Look, this is my brand new custom orange color. അങ്ങ് സിലിക്കൺ വാലിയിൽ നിന്ന് ഡയറക്റ്റായി ഇറക്കിയതാണ്. ഇതിന്റെ ക്യാമറ 200 മെഗാ പിക്സൽ ആണ്. എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ചന്ദ്രനിലെ കുഴികൾ വരെ എണ്ണാം. അതെ അതെ, ഇന്നലെ ഞങ്ങൾ എണ്ണുമ്പോൾ 14 കുഴികളുണ്ടായിരുന്നു. എന്നാ ക്ലിയറാ. ഒരു ഫോട്ടോ ഞാൻ അപ്പച്ചന് അയച്ചേക്കാം. അപ്പൊ നമ്മുടെ റോഡിനേക്കാൾ ഭേദം ചന്ദ്രന്. 14 കുഴിയല്ലേ കണ്ടുള്ളൂ. ഇവിടെ റോഡ് മുഴുവൻ കുഴിയല്ലേ. അത് നോക്കാം, ഫോണിലെ ക്യാമറയൊന്നും വേണ്ട, കണ്ണു തുറന്നങ്ങ് നോക്കിയേച്ചാ മതി. പക്ഷേ രാഷ്ട്രീയക്കാർ നോക്കിയാൽ അത് കാണില്ല. സൂപ്പർ റോഡെന്നേ അവര് പറയും. കറക്റ്റാ, ഈ നാട്ടിലെ റോഡ് മുഴുവൻ കുഴിയാ. അതെ, നിന്റെ മുഖത്തുള്ള അത്രയും കുഴികൾ റോട്ടിൽ കാണത്തില്ല. മുഖത്തെ കുഴി കുട്ടിയുടെ നികത്താം, പക്ഷെ റോഡിലെ കുഴികൾ നികത്തണമെങ്കിൽ അടുത്ത ഇലക്ഷൻ വരണം. ഡാർലിംഗ്, ഞങ്ങൾ ഫോൾട്ടിംഗ് ടെക്നോളജിയിലേക്ക് മാറി. ഇറ്റ്സ് ഐഫോൺ. അതെ അതെ, ക്ലാസ് ആണ് മെയിൻ. അത് മടക്കാം, നിവർത്താം, ഭയങ്കര ക്ലാസ്സാ. ആഹാ, സിംഹങ്ങൾ പെട്ടെന്ന് പൂച്ചകളായല്ലോ. അല്ല ജെയ്സൺ മോനെ, നിന്റെ ഒരു വശത്തെ പല്ല് കാണുന്നില്ലല്ലോടാ. അവളുടെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. അതിന് പല്ല് പോകേണ്ട കാര്യം എന്താ? അവളുടെ ബർത്ത്ഡേ ഞാൻ മറന്നുപോയി. അതെ, അപാര സാധനം തന്നെ. ഞാനും ഭാര്യയും തമ്മിൽ ഒരു ഗീവ് ആൻഡ് ടേക്ക് ആയതുകൊണ്ട് പ്രശ്നമില്ല. എന്ന് വെച്ചാ ഒരു ദിവസം അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യും. ഗുഡ്. പിറ്റേ ദിവസം ഞാൻ അവൾക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്നു. രണ്ടും ഒന്നല്ലേ? സത്യം പറഞ്ഞ ഞാൻ ശ്വാസം വിടുന്നത് തന്നെ ഇപ്പോഴാ. അപ്പോ ശ്വാസം വിടണമെങ്കിൽ ഭാര്യയുടെ പെർമിഷൻ വേണം. നാട്ടുകാരുടെ മുന്നിൽ അവൾ പറയുന്നത് ഞാൻ ബിസിനസ് പാർട്ണർ എന്നാണ്. സത്യത്തിൽ ഞാൻ അവിടുത്തെ വർക്കിംഗ് പാർട്ണറാണ്. അല്ല, വെറും വർക്കർ. രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കുട്ടികളുടെ കാര്യം നോക്കണം, അവരെ സ്കൂളിൽ വിടണം എന്ന് വേണ്ട വീട്ടിലെ സർവത്ര ജോലി ഞാൻ തന്നെ ചെയ്യണം. ചുരുക്കി പറഞ്ഞ ഇവിടത്തെ ഞാൻ. വർക്കി, എൻ്റെ അവസ്ഥയും അത് തന്നെ അപ്പച്ച. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് കണ്ണും തള്ളി വരുമ്പോൾ അവള് പറയും കിച്ചണിൽ സിങ്ക് നിറയെ പാത്രമുണ്ട്, അതൊന്ന് കഴുകിയെന്ന്. അപ്പച്ചൻ്റെ കാര്യം അറിയോ? ഈ കൈ കണ്ടോ? പാത്രം കഴുകി എൻ്റെ വിരലടയാളം തന്നെ മാഞ്ഞുപോയി. അതെ, അപ്പച്ചന് മറ്റൊരു കാര്യം അറിയോ? ഈ വരുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച് എൻ്റെ ഫിംഗർ പ്രിന്റ് പോലും വർക്ക് ആവണില്ല. അതെന്താ? ഓ, അതങ്ങനെയാ പച്ച. കവളത്തെന്താ ഒരു പാട്? അത് അവളുടെ ഫിംഗർ പ്രിന്റാ. അത് നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ. എടാ, അവിടെ വീട്ടു ജോലിക്കാരൊന്നും ഇല്ലേ? ഓ എൻ്റെ പൊന്നെ അപ്പച്ച, അവിടെ ഒരു വീട്ടുപണിക്കാരനെ കിട്ടണമെങ്കിൽ വലിയ ശമ്പളം കൊടുക്കണം. എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. അതുകൊണ്ട് വീട് പണി മൊത്തം ഞാൻ തന്നെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടത്തെ ഞാനാണ്, അവിടത്തെ നീ എന്ന്. ഇതവന്റെ കാര്യം. അപ്പച്ച, എന്നെ അവൾ വിളിക്കുന്നത് ഹേയ് യു എന്നാ. ഇടയ്ക്ക് ഞാൻ വിചാരിക്കും എന്റെ പേര് യു എന്നാണെന്ന്. നാട്ടിൽ വന്നാൽ ഡിയർ, അവിടെ ചെന്നാൽ ഫിയർ. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. കൊള്ളാം. പേര് ജെയ്സൺ. ശരിക്കും പരാജയ്സൺ എന്നായിരുന്നു നല്ലത് അല്ലേ? ഇതൊക്കെ എന്തിനാ ഇങ്ങനെ സഹിക്കുന്നത്? എല്ലാം നിർത്തി ഇങ്ങോട്ട് പോരടാ. ഇവിടെ ആവുമ്പോ ഉള്ള കഞ്ഞിയും കുടിച്ച് കഴിയാലോ. അമ്മച്ചി പറഞ്ഞതുപോലെ ഇവിടെ ജീവിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പച്ചന്റെയും അമ്മച്ചിയുടെയും സ്നേഹമൊക്കെ അനുഭവിച്ച്, അമ്മച്ചിയുടെ കൈകൊണ്ടുണ്ടാക്കുന്ന നാടൻ ഭക്ഷണം കഴിച്ച്, നാടിന്റെ മണം നുകർന്ന്. പക്ഷേ നടക്കില്ല അമ്മച്ചി. അവിടെ ലോണുണ്ട്, വീടിന്റെ ലോൺ, കാറിന്റെ EMI, എന്തിന് അവൾ മുഖത്ത് തേക്കുന്ന ക്രീമിന് വരെ EMI ആണ്. ഞാൻ നാട്ടിലേക്ക് വന്നാൽ ബാങ്കുകാരനെ തൂക്കിയെടുത്ത് ജയിലിടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കാണിച്ച ഷോയൊക്കെ വാഴപ്പിണ്ടിക്ക് സ്വർണ്ണക്കടലാസ് ചുറ്റുന്ന പരിപാടിയായിരുന്നല്ലേ? ഞാൻ കരുതി നിങ്ങളവിടെ രാജാക്കന്മാരായി കഴിയണം. ഓ എൻ്റെ പൊന്നെ അപ്പച്ച, അതല്ലേ ഹൈ പ്രഷറിലാണ് ജീവിക്കുന്നത്. പ്രഷർ കുക്കർ പോലെ. പ്രഷർ കുക്കറിന് വിസിലെങ്കിലും അടിക്കാം, നമുക്ക് അതുപോലും ഇല്ല അടിക്കാം. ജെയ്സൺ, ബാക്കി പിന്നെ പറയാം. കമാൻഡർ ഇൻ ചീഫ് വിളിക്കുന്നു. ലേറ്റായാലേ ഞാൻ പട്ടിണി കിടക്കരുത്. അയ്യോ, എന്നെ വിളിച്ച് ഞാൻ ഓടട്ടെ, അല്ലെങ്കിൽ അവൾ എന്നെ ലണ്ടൻ ടവറിൽ തലകീഴായി കെട്ടി നോക്കും. ഒരു സൽപുത്രൻ പിറന്നട പണ്ട്, മഹാധ്യായം തുടക്കമായെന്ന്. ഇത് കേട്ടും മുഴങ്ങിടും പാട്ട്, കൊടും സന്തോഷം.
അപ്പച്ച. Happy birthday to you. Happy birthday to you. Happy birthday to you. വർക്കിച്ചന് ഞാനൊരു കുപ്പി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നിർത്തി. എന്നിട്ട് കുപ്പിയോടെ എനിക്ക് ആഘോഷിക്കണം. വർക്കിച്ച, ഞാൻ പറഞ്ഞ കുപ്പി മദ്യക്കുപ്പിയല്ല, സ്പ്രേ കുപ്പിയാ. നല്ല മണവാ, ഞാൻ തരാം. ഓ, അതാർക്ക് വേണം? ഓ, പിണം കണ്ട ഓറിൻ കുപ്പി ഉണ്ട് വർക്കിച്ച. എന്നാ പിന്നെ ഹാപ്പി ബർത്ത്ഡേ. അപ്പച്ച, ഞങ്ങളുടെ വക ഒരു ബിഗ് അനൗൺസ്മെന്റ് ഉണ്ട്. എന്നാ ഞങ്ങൾ ഹവായിൽ ഒരു പ്രൈവറ്റ് ഐലൻഡ് വാങ്ങി. അവിടെ ഞങ്ങൾ തുടങ്ങുന്ന ഫാക്ടറിക്ക് ആരുടെ പേരെന്നറിയാമോ? മാത്യൂസ് ഇന്റർനാഷണൽ പ്യുവർ വാട്ടർ. അപ്പച്ചന്റെ പേര്. ബർത്ത്ഡേ സർപ്രൈസ്. ലോകം മുഴുവൻ അപ്പച്ചന്റെ പേര് കുടിക്കും. ആ, അപ്പച്ചൻ വെള്ളം കിട്ടാതെ മരിക്കാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. എന്റെ മക്കളും ഇന്റർനാഷണൽ മരുമക്കളും വന്ന് എന്റെ പിറന്നാൾ ഇത്രയും ഗംഭീരമായി ആഘോഷിച്ചില്ലേ. വർക്കി, ഇതാണ് എന്റെ സർപ്രൈസ്. നമ്മുടെ ഈ തറവാട് വീടും പറമ്പും ബാക്കി സ്വത്തുക്കളും എന്റെ 2 മക്കളുടെ പേർക്ക് എഴുതിയ ആധാരമാണ് ഇതിനുള്ളത്. Oh my god! Thank you, അപ്പച്ച. ഇത് വിറ്റ് കാശ് മതി ഞങ്ങൾക്കൊരു കാർ ഷോറൂം തുടങ്ങാൻ. എന്റെ വിഹിതം കൊണ്ട് ലണ്ടനിൽ പുതിയ കെയർ ഹോം തുടങ്ങണം ഡാഡി. അപ്പോ ശരിയപ്പോ അമ്മച്ചി, എല്ലാം ഓക്കെ സ്ഥിതിക്ക് ഞങ്ങൾ നാളെ തന്നെ മടങ്ങും. അതെ, ലണ്ടനിൽ ഞങ്ങൾക്കൊരു റോയൽ മീറ്റിംഗ് ഉണ്ട്. രാജാവിന്റെ കൂടെയാണ് ഡിന്നർ. എന്നെ പേഴ്സണലായി ക്ഷണിച്ചതാ. ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് മീറ്റിംഗ്. അതെ, രാജാവിന് കൈ കൊടുക്കാൻ ഞാനും കൂടെ ചെല്ലണം. ലേറ്റായ പ്രസ്റ്റീജ് പോകും. ഇത്രയും പെട്ടെന്ന് പോകുവാണോ മക്കളെ? അവർക്കുള്ളത് കിട്ടിയല്ലോ. അപ്പച്ച, അമ്മച്ചി, നിങ്ങൾ വിഷമിക്കേണ്ട. ഞങ്ങൾ പോയാലും നിങ്ങളെ നോക്കാനുള്ള എല്ലാ ഏർപ്പാടും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ഒരു സൂപ്പർ ഡീലക്സ് സ്ഥലത്തേക്ക് മാറ്റുകയാണ്. എങ്ങോട്ട്? സ്വിറ്റ്സർലാൻഡിലേക്കോ? അതിലും എക്സിക്യൂട്ടീവ് സിറ്റിയിലുള്ള പ്ലാറ്റിനം റിട്ടയർമെന്റ് പാലസ്. എന്ത് വൃദ്ധസദനോ? പ്ലീസ് ആൻഡി, വൃദ്ധസദനം എന്നൊന്നും പറഞ്ഞ് ഞങ്ങൾ സ്റ്റാൻഡേർഡ് കളയല്ലേ. ഇറ്റ്സ് എ 7-star സീനിയർ റെസിഡൻസി. അവിടെ ബോറടിക്കില്ല. പോളോ കളിക്കാം. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാൻ ഹെലിപാഡ് വരെ ഉണ്ട്. ഹെലികോപ്റ്ററും പോളയും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ഞങ്ങളുടെ മക്കളുണ്ടാകില്ലല്ലോ. അമ്മച്ചി, ഡോൺ ബി സെന്റിമെന്റൽ. എന്തായാലും ഈ വീടും ബസ്സും നമ്മൾ വിളിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീഡിയോ കോൾ ചെയ്യാം. അമ്മച്ചി ടെൻഷൻ അടിക്കണ്ടെന്നേ. വെയിറ്റ് എ മിനിറ്റ്, ഒരു സംശയം. ഈ തറവാട്ടിലെ കാരണവർ ഞാനാണല്ലോ, അല്ലേ? അതെ, 100%. നിങ്ങളെക്കാളൊക്കെ ലോകപരിചയവും അനുഭവ സമ്പത്തും എനിക്കുണ്ടല്ലോ, അല്ലേ? അതെ, ഉണ്ട്. അത്യാവശ്യം ദീർഘവീക്ഷണവും ത്രികാല ജ്ഞാനവും ഉള്ള ഈ ഞാൻ ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു മക്കളെ. അതുകൊണ്ട് തന്നെ ഞാനൊരു സത്യം വെളിപ്പെടുത്താം. ആ കവറിൽ ആധാരമില്ല. തുറന്നു നോക്ക്, അതിനുള്ളിലുള്ളത് വെറും വെള്ളക്കടലാസ. No, you are cheat. ട്വിസ്റ്റ്. അപ്പച്ചൻ ഇന്റർനാഷണൽ ട്വിസ്റ്റ്. ഞങ്ങളെ പോള കളിപ്പിക്കാൻ വേണ്ടി വൃദ്ധസദനത്തിൽ തള്ളാൻ വന്നതാണ്, അല്ലയോടാ? എന്റെ പിറന്നാൾ ആഘോഷിക്കാൻ എന്ന വേചന വന്ന് എന്റെ സ്വത്തെല്ലാം തട്ടിയെടുക്കാൻ നോക്കുന്ന കള്ളപ്പെടുക്കൂസുകളെ ഇപ്പൊ ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. അപ്പച്ച, അത് പിന്നെ ഇറങ്ങി പോടാ. പുറപ്പെടുന്നതിന് മുമ്പ് പുറപ്പാട് പുസ്തകം ഒന്ന് വായിക്കുന്നത് എല്ലാവർക്കും നല്ലതാണ്. അതിൽ 20-12 വചനം ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് നിനക്ക് ദീർഘായുസ്സുണ്ടാകാൻ നിന്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്ന്. അപ്പച്ച, ഞങ്ങളോട് ക്ഷമിക്കപ്പച്ച. അമ്മച്ചി, മാപ്പമ്മച്ചി. അത് മാത്രമല്ല, ഈ ന്യൂ ഇയറിൽ ഞാനും എന്റെ ഭാര്യയും കൂടി ഒരു പ്രതിജ്ഞ എടുക്കാൻ പോവുകയാണ്. എന്റെ സ്വത്തൊക്കെ ഞാൻ ഭാഗം വയ്ക്കും. അത് എന്റെ കാലശേഷമേ നിങ്ങൾക്ക് കിട്ടൂ. അതുവരെ ഞങ്ങൾ ആരാണ് നന്നായിട്ട് നോക്കുന്നത് അവർക്കായിരിക്കും കൂടുതൽ സ്വത്ത് കിട്ടുന്നത്, കേട്ടോ? കാര്യങ്ങളൊക്കെ നമ്മുടെ പിള്ളേർക്ക് മനസ്സിലായെന്ന് തോന്നുന്നു, കേട്ടോടാ വർക്കി? ഇല്ല, ഇവരെ ഞങ്ങൾ ആഘോഷ പ്രകമ്പ